സൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും മഹാഭാഗ്യത്തിനും സ്കന്ദഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുമ്പോൾ അറിയേണ്ടവ. സ്കന്ദൻ എന്നാൽ സാക്ഷാൽ സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതമാണ് സ്കന്ദഷഷ്ഠി വ്രതം. ഷഷ്ഠിവ്രതം പോലെ മഹത്തരമായ മറ്റൊരു വ്രതമില്ല. കുടുംബ സൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും മഹാഭാഗ്യത്തിനും അത്യുത്തമമാണ് ഷഷ്ഠിവ്രതം. ഇതിൽ സ്കന്ദഷഷ്ഠിയാണ് ഏറെ പ്രധാനം. ദീർഘായുസ്സും വിദ്യയും സൽഗുണങ്ങളുള്ള സന്താനങ്ങൾ ഉണ്ടാവാനും സന്താന സ്നേഹം ലഭിക്കാനും കുഞ്ഞുങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകാനും രോഗങ്ങൾ മാറാനും സ്കന്ദഷഷ്ഠി വ്രതമെടുക്കുന്നത് നല്ലതാണ്. സ്കന്ദഷഷ്ഠി വ്രതാനുഷ്ഠാനത്തിലൂടെ നീച ഭൂത പ്രേതബാധകൾ അകലും. തീരാവാദികൾക്കും ദുഃഖങ്ങൾക്കും മരുന്നാണ് സ്കന്ദഷഷ്ഠി. ഭർത്തൃദുഃഖവും പുത്രദുഃഖവും ഉണ്ടാകില്ല. സൽസന്താനലബ്ധിക്കും ഇഷ്ടഭർത്തൃ സംയോഗത്തിനും സ്കന്ദഷഷ്ഠി ഉത്തമമാണ്. സ്കന്ദഷഷ്ഠി അനുഷ്ഠാനത്തിൽ 6 ദിവസത്തെ അനുഷ്ഠാനം അനിവാര്യമാണ്. ആദ്യത്തെ 5 ദിവസങ്ങളിൽ രാവിലെ മുതൽ ദേഹശുദ്ധി വരുത്തിയ ശേഷം മനഃശുദ്ധിയോടെ ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് ആഹാരക്രമങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം വരുത്തി കഴിയുക എന്നത് വ്രതനിഷ്ഠയുടെ ഭാഗമാണ്. വ്രത ദിവസവും തലേ ദിവസവും പകലുറക്കം അരുത്. ഒരു നേരം അരിയാഹാരവും മറ്റു സമയങ്ങളിൽ ലഘുഭക്ഷണവും ആകാം. ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നവർ 6-ാം ദിവസം രാവിലെ മുരുകക്ഷേത്രത്തിലെത്തുകയും വൈകുന്നേരം വരെ പൂജകളിലും മറ്റും പങ്കെടുത്ത ശേഷം ഷഷ്ഠിവ്രതാനുഷ്ഠാനം അവസാനിപ്പിക്കേണ്ടതുമാണ്. സന്താനഭാഗ്യത്തിന് ഏറെ ഗുണകരമാണ് ഷഷ്ഠിവ്രതം. മഹാരോഗങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവർക്ക് ഷഷ്ഠിവ്രതമെടുത്താൽ രോഗശാന്തി ഉണ്ടാവും. സന്താനലാഭം, സന്തതികളുടെ ശ്രേയസ്, രോഗനാശം, ദാമ്പത്യ സൗഖ്യം, ശത്രുനാശം എന്നിവയാണ് ഷഷ്ഠിവ്രതാനുഷ്ഠാനത്തിൻ്റെ പൊതുവായ ഫലങ്ങൾ. സന്തതികളുടെ ശ്രേയസ്സിനു വേണ്ടി മാതാപിതാക്കൾ ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ദേവൻ്റെ അനുഗ്രഹത്തിന് ഷഷ്ഠിവ്രതം വളരെ പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ്. സർപ്പാകൃതി പൂണ്ട് തിരോധാനം ചെയ്ത ശ്രീമുരുകനെ സ്വരൂപത്തിൽ തന്നെ വീണ്ടും കിട്ടുന്നതിന് വേണ്ടി മാതാവായ ശ്രീ പാർവതി ദേവി 108 ഷഷ്ഠിവ്രതമെടുത്ത് പ്രത്യക്ഷപ്പെടുത്തിയതായും താരകാസുര നിഗ്രഹത്തിനായുള്ള യുദ്ധസമയത്ത് അപ്രത്യക്ഷനായ ശ്രീ മുരുകനെ യുദ്ധക്കളത്തിൽ വീണ്ടും എത്തിക്കുവാനായി ദേവന്മാർ വ്രതമെടുത്ത് ഫലസിദ്ധി നേടിയതായും പുരാണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പൂർണ്ണഭക്തിയോടെ ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഉദിഷ്ട കാര്യസിദ്ധി ലഭിക്കുമെന്നത് തീർച്ചയാണ്.